പാലക്കാടിന്റെ ഗ്രാമഭംഗി തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കേരളത്തിന്റെ പച്ചപ്പും ഗ്രാമീണ ഭംഗിയും കാണാൻ പാലക്കാട് പോകണമെന്നാണ് പറയാറ്. നിറം മങ്ങാത്ത നമ്മുടെ ആ കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ ഇന്ന് നിലനിൽക്കുന്ന കൊല്ലങ്കോട് വന്നാൽ കണ്ടിരിക്കേണ്ട 7ലധികം സ്ഥലങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇന്നത്തെ ഈ വൺ ഡേ ട്രിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കൽപ്പാത്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇപ്പൊ ഏകദേശം 9 മണിയായിട്ടുണ്ട്. ഇന്നത്തെ ഈ പാലക്കാട് വൺ ഡേ ട്രിപ്പിൽ തുടക്കം കുറിക്കാൻ ഏറ്റവും ആപ്റ്റായ ഒരു സ്ഥലമാണ് കേരളത്തിന്റെ അഗ്രഹാര തെരുവായ കൽപ്പാത്തി. ഇവിടെ നിന്നും നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായി പോകുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗി കാണാൻ ഏറ്റവും യോജിച്ചത് ബൈക്ക് തന്നെയാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ ഓരോ സ്ഥലത്തും ഇറങ്ങി നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കൂ. കൽപ്പാത്തിയിൽ നിന്നും 32 കിലോമീറ്ററാണ് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. നമ്മളൊരു 10:15 ഇവിടേക്ക് എത്തി. 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിൽ പ്രവേശിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ശാന്തതയാണ്. ഒരു സിനിമയിലെ സീൻ പോലെ മനോഹരമാണ് ഇവിടുത്തെ ഓരോ ഫ്രെയിമുകളും. പാലക്കാടിനെയും പൊള്ളാച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ 1898 നിലവിൽ വന്നത്. വെട്ടം, പാണ്ടിപ്പട, ഒരു ഇന്ത്യൻ പ്രണയകഥ, ഹൃദയം, ആടുജീവിതം എന്നിങ്ങനെ നിരവധി മലയാള സിനിമകളിൽ കൂടി പ്രസിദ്ധമായ ഒരിടം കൂടിയാണിത്. നിലവിൽ ഈ ഒരു സ്റ്റേഷനിൽ കൂടി 6 സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 2 ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. ട്രെയിൻ നമ്പർ 16731 പാലക്കാട് തിരുച്ചെന്തൂർ പാസഞ്ചർ എക്സ്പ്രസ് രാവിലെ പാലക്കാട് നിന്നും 6 മണിക്കെടുത്ത് 6:40 ഇവിടെ എത്തുകയും തിരിച്ച് പൊള്ളാച്ചിയിൽ നിന്ന് രാത്രി 8:30 എത്തുന്ന രീതിയിലാണ് സർവീസ് ഉള്ളത്. ഇവിടെ ഒരു 1 അവർ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇനി നേരെ പോകുന്നത് പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗി ഒളിപ്പിച്ചിരിക്കുന്ന കൊല്ലങ്കോടിന്റെ കുടിലിടത്തേക്കാണ്. ദേ, ഇതാണ് കുടിലിടം. ഇവിടുത്തെ ഈ എൻട്രൻസിലായി തന്നെ പഴയകാലത്തെ കൃഷി സംബന്ധമായ കുറച്ച് ഉപകരണങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ്. 30 രൂപ എൻട്രി ഫീ കൊടുത്ത് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഈ വാതിലും ഏറുമാടവും എല്ലാം. ഫോട്ടോഗ്രാഫിയുടെ പറുദീസ എന്നൊക്കെ നമുക്ക് ഇവിടെ വിളിക്കാം. ഇവിടെ ഒരു ഭാഗത്ത് വയലറ്റ് നിറത്തിലുള്ള നെൽകൃഷി കാണാം. നസർബത്ത് ഇനത്തിലുള്ളതാണ് ഇത്. കൂടാതെ മറ്റു പല ഇനത്തിലുള്ള നെൽകൃഷികളും ഇവിടെ കാണാം. ഇവിടുത്തെ പ്രധാന ആകർഷകമായ ഈ വാതില് തുറന്നാൽ ഒരു ചെറിയ താമരക്കുളവും വഞ്ചിയൊക്കെയാണ് ഉള്ളത്. കേരളത്തിന്റെ പഴയ കാർഷിക സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്കിവിടെ എല്ലായിടത്തും കാണാം. നെല്ലിയാമ്പതി മലനിരകളെ ബാക്ക്ഗ്രൗണ്ടിലാക്കിയിട്ടുള്ള പാടശേഖരങ്ങളും അതിന് നടുക്കുള്ള ഈ കുടിലിടങ്ങളും ഇതൊക്കെ കാണുമ്പോൾ വിനീത് ശ്രീനിവാസന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. പാലക്കാടുള്ള ഗ്രാമങ്ങൾ നമുക്ക് പാലക്കാടെ കാണാൻ പറ്റുള്ളൂ. 15ഓളം ഉടമസ്ഥരുടെ കീഴിലുള്ള ഈ പാടശേഖരത്ത് അവർ ഒരുമിച്ച് നിർമ്മിച്ച പ്രോജക്റ്റാണ് ഈ കുടിലിടം. പാലക്കാടിന്റെ നാടൻ ഭംഗിയെ അതേപോലെ ആവിഷ്കരിച്ച ഇവർക്കൊരു ബിഗ് സല്യൂട്ട്. മനോഹരമായ ഈ സീനറികളെ ബാക്ക്ഗ്രൗണ്ടിലാക്കി മതിയാവോളം ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് നെക്സ്റ്റ് നമ്മൾ ഇനി പോകുന്നത് താമരപ്പാടത്തേക്കാണ്. കുടിലിടത്ത് നിന്നും 15 മിനിറ്റ് യാത്രയെ ഇങ്ങോട്ടേക്കുള്ളൂ. പച്ചപ്പരവതാനി വിരിച്ച പോലുള്ള നെൽപ്പാടങ്ങളും അതിന്റെ പിറകിലായിട്ടുള്ള നെല്ലിയാമ്പതി മലനിരകളും. കൊല്ലങ്കോട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മ വരുന്ന ആദ്യ ചിത്രം. സോഷ്യൽ മീഡിയയിലെ വൈറൽ സ്പോട്ടുകളിൽ ഒന്നാണ് കൊല്ലങ്കോടിലെ ഈ ഒരു താമരപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും മനോഹര ഗ്രാമങ്ങളിലൊന്നായ കൊല്ലങ്കോടിന്റെ തനത് സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അടിപൊളി സ്ഥലം. 30 രൂപയാണ് ഇവിടെയും ടിക്കറ്റ് പ്രൈസ്. രാവിലെയോ ഈവനിങ്ങിലോ ആണ് ഇവിടെ വരുന്നതിനുള്ള ഏറ്റവും ബെറ്റർ ടൈം.
14 ഏക്കറിൽ നെൽകൃഷിയും അതിൻ്റെ ഓരത്തായി ചെണ്ടുമല്ലി അടക്കമുള്ള പൂക്കളും പലയിടത്തായി ചെറിയ ചെറിയ കുടിലുകളും ഒത്ത നടുക്കൊരു കൊമ്പനും. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. കൊല്ലങ്കോട് വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ഉച്ചഭക്ഷണത്തിനായി നമ്മൾ 1:50 അയ്യപ്പൻസ് ഹോംലി മീൽസിലെത്തി. വിനീത് ശ്രീനിവാസിന്റെ ഹൃദയം മൂവിയിലൂടെ വൈറലായ നാടൻ ഊട് കിട്ടുന്ന ഒരടിപൊളി സ്ഥലമാണിത്. മീൽസിന് 50 രൂപയും ഫിഷ് ഫ്രൈക്ക് 70 രൂപയും ചില്ലി ചിക്കൻ 50 രൂപയും എന്നിങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫുഡിന്റെ റേറ്റ് വരുന്നത്. ഭക്ഷണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വയറും മനസ്സും നിറഞ്ഞൊരു ഊണാണ്. ച്യൂണിന് ശേഷം ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് കാണുന്നതാണ് നമ്മുടെ ചെല്ലൻചേട്ടന്റെ കട. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ കയറുന്നില്ല. ഈ വഴി നമ്മൾ നേരെ പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് പെരിങ്ങോട്ടുശ്ശേരി കളം. ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു കളമാണിത്. കൃഷി ആവശ്യങ്ങൾക്കായി നെല്ല് സൂക്ഷിക്കാനായിട്ടാണ് ഈ കാണുന്ന കളങ്ങൾ പണ്ട് പണിതിരുന്നത്. കൊല്ലങ്കോട് മറ്റ് പല കളങ്ങൾ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ഈ ഒരു കളം കാണാനാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. അതിൻ്റെ ഒരു കാരണം നെല്ലിയാമ്പതി മലനിരകളെ ബാക്ക്ഗ്രൗണ്ടിലാക്കി ചെറിയൊരു പാറയിൽ പണിതിട്ടുള്ള കളത്തിന്റെ ഈ ഒരു വ്യൂ കാണാനാണ്. ഈ ഒരു കളത്തിൽ ആദ്യകാലത്ത് നിലക്കടലയായിരുന്നു പ്രധാന കൃഷി. പക്ഷെ ഇപ്പോൾ നെൽകൃഷി മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. 4ാമത്തെ തലമുറയിൽപ്പെട്ടവരാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മഴക്കാലത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ലൊരു വെള്ളച്ചാട്ടം കൂടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ആണിത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു 3:10 ചെല്ലൻചേട്ടൻ്റെ കടയിലേക്ക് നമ്മൾ ചായ കുടിക്കാനെത്തി. കൊല്ലങ്കോട് വരുന്നവർ ഒരുപക്ഷെ എല്ലാവരും തന്നെ ചായ കുടിക്കാൻ എത്തുന്ന ഒരിടം കൂടിയാണിത്. നല്ല സൂപ്പർ ചായയും നല്ല അടിപൊളി കടികളുമാണ് ഇവിടെ ഉള്ളത്. എല്ലാത്തിനും 10 രൂപ മാത്രം. ചായക്ക് വെറും 2 രൂപ വിലയുള്ളപ്പോൾ മുതൽ തുടങ്ങിയതാണ് ചെല്ലൻചേട്ടൻ്റെ ഈ ചായക്കട. ഈ ആധുനിക കാലത്ത് പഴമയുടെ പനയോല കൊണ്ട് നിർമ്മിച്ച് ഇന്നും കാത്തു സൂക്ഷിച്ചു പോരുന്നു 72കാരനായ ചെല്ലൻചേട്ടൻ ഈ ചായക്കട. ഇവിടെ നിന്നും ഒരു 3-4 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ചിങ്ങൻചിറ ക്ഷേത്രത്തിലെത്താം. ഇതാണ് ആ ക്ഷേത്രം. പ്രകൃതി ക്ഷേത്രം എന്നും ഇതിന് വിളിപ്പേരുണ്ട്. അതിന് പ്രധാന കാരണം തന്നെ സാധാരണ നിങ്ങൾ കാണുന്ന മറ്റ് ക്ഷേത്രങ്ങളെ പോലെ ചുറ്റമ്പലങ്ങളും ശ്രീകോവിലും ചുറ്റുമതിലും എല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പ്രകൃതിയാലാണ്. പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഈ ആലുകളാണ് ഈ ഒരു പ്രത്യേക ആംബിയൻസ് ഈ ഒരു ക്ഷേത്രത്തിന് കൊടുക്കുന്നത്. പ്രകൃതി ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ആർക്കും ഇവിടെ വരാം, പൂജകൾ ചെയ്യാം, വിഗ്രഹത്തിനടുത്ത് പോകാം. കാരണം പ്രകൃതി എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണല്ലോ. നിരവധി ആളുകളാണ് കാര്യസാധ്യത്തിനായി ഇവിടെ വരുന്നത്. കറുപ്പ് സ്വാമിക്ക് നേർച്ചയായി ആടും കോഴിയുമാണ് കൊടുക്കാറ്. ആടിനെയും കോഴിയെയും ഇവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്ത് ഇവിടെ തന്നെ പാകം ചെയ്ത് ഇവിടുന്ന് തന്നെ കഴിക്കണമെന്നാണ് ഐതിഹ്യം. ഒടിയൻ, കളിയാട്ടം, കുഞ്ഞിരാമായണം തുടങ്ങി നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലം നിങ്ങളുടെ കൊല്ലങ്കോട് ട്രിപ്പിൽ ഉറപ്പായും ഉൾപ്പെടുത്തിയിരിക്കണം. കൊല്ലങ്കോട് എന്ന നാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കാടിൻ്റെ കാഴ്ചകൾ കാണാൻ നമ്മൾ സീതാർകുണ്ടിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. 5 കിലോമീറ്ററാണ് ഈ പ്രകൃതി ക്ഷേത്രത്തിൽ നിന്നും അങ്ങോട്ടേക്കുള്ള ദൂരം വരുന്നത്. 30 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. കാടിൻ്റെ ആംബിയൻസിൽ ചെറിയൊരു ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് വാട്ടർഫോൾസിൽ കുളിക്കാമെന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ പറയാനുള്ളത് അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. സ്വന്തം റിസ്കിൽ കുളിക്കാനൊക്കെ ഇറങ്ങുക. നമ്മളിവിടെ കുളിക്കാനൊന്നും പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ½ an hour സ്പെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്നും 42 കിലോമീറ്ററാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ പല്ലശ്ശനയിലെ വാമലയിലേക്ക് വരുന്നത്. 6 മണിയോടുകൂടിയാണ് നമ്മളിവിടെ എത്തിയത്. ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്.
ഒരുപാട് ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. ചെറിയൊരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ക്ഷേത്രം. ഒരുപാട് സിനിമകൾക്ക് ഈ ഒരു സ്ഥലം ഭാഗമായിട്ടുണ്ട്. ഹനുമാന്റെ കാൽപാദം പതിഞ്ഞ കുന്നാണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള നന്നങ്ങാടികളും ഇവിടെ ഉണ്ടായിരുന്നു. ഈവനിങ് ടൈമിൽ നല്ലൊരു സൺസെറ്റും വ്യൂ പോയിന്റൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരിടമാണിത്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പീനിയനിൽ നല്ല വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയ സ്പോട്ടുകൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടാതെ ഞങ്ങളുടെ ഈ വീഡിയോയിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കണേ.